കുംഭമേളയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ നേതാവുണ്ടായിരുന്നു മല്ലികാർജുൻ ഖർഗെ. അദ്ദേഹത്തിനുള്ള മറുപടി എന്ന് വേണം കരുതാൻ. DK ശിവകുമാറിന്റെ മകൾ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുംഭമേള അത്ര മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പലപ്പോഴും നോക്കൂ, ഈ കുംഭമേളയെ തള്ളി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ എല്ലാം അവർക്കുള്ള മറുപടി എന്നോണം ഇതുപോലുള്ള ഒരുപാട് ആളുകൾ വന്നു ചേരുന്നുണ്ട്. കുംഭമേള എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഭാരതത്തിന് തന്നെ പൈതൃകം എന്ന് വേണമെങ്കിൽ പറയാം. 12 വർഷം കൂടുമ്പോഴുള്ള പൂർണ്ണ കുംഭമേള ചേർന്ന ഒരു മഹാകുംഭമേള 144 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കുകയാണ്. ഏകദേശം 2 ലക്ഷം കോടിക്ക് മുകളിലാണ് UP സർക്കാർ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാന തുകയായിട്ട് കണക്കാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടി ജനങ്ങൾ വരുന്നൊരു പുണ്യ പാപനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി നിറഞ്ഞ ആത്മീയത നിറഞ്ഞ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഒത്തുചേരുന്ന ഒരു കുംഭമേള. അപ്പോൾ ഖർഗെ പറഞ്ഞ ആ ഒരു നിലപാടനുസരിച്ചിട്ട്, കാരണം അതൊരു ഖർഗെ കോൺഗ്രസിന്റെ നേതാവെന്ന രീതിയിലായിരിക്കും കുംഭമേള എതിർത്ത് സംസാരിച്ചത്. പക്ഷേ ബാക്കി നമ്മളെ ഈ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ അവിടേക്ക് വരുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ആ ഒരു കുംഭമേള എങ്ങനെയെങ്കിലും അനുഭവിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തണം, അത് മാത്രം മനസ്സിൽ കണ്ടിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ UP സർക്കാരാണുള്ളത്, UP സർക്കാരിന്റെ മികവാണ് അവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്രയും നല്ല സൗകര്യം നമുക്ക് ഒരുക്കി തരുന്നത്. അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. പോകുന്ന ആൾക്കാർ ആരും UP സർക്കാരിനെയോ BJP ഗവൺമെന്റിനെയോ ഒന്നും അവിടെ പുകഴ്ത്തുന്നില്ല. അവർ കുംഭമേളയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുംഭമേള എന്താണെന്നുള്ളതാണ് നമ്മളിലേക്കെല്ലാം പങ്കുവെക്കുന്നത്. അത് ഭാരതത്തിന്റെ തന്നെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ദ്രൗപദി മുർമു അവിടെ സ്നാനം ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വിവിധ സംസ്കാരങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒന്നാണ്. അപ്പൊ നമ്മൾ എല്ലാ സംസ്കാരത്തെയും കൂടെ ചേർത്ത് നിർത്തുക തന്നെ വേണം. അല്ലാണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ആ ഒരു കുംഭമേളയെ തന്നെ, അല്ലെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതെ, ഒന്ന് ആലോചിക്കോ, 12 വർഷം കൂടുമ്പോഴാണ് ഓരോ പൂർണ്ണ കുംഭമേളകളും നടക്കുന്നത്. ഈ കുംഭമേളകളെല്ലാം ചേർന്നിട്ടാണ് 144 വർഷത്തിന് ശേഷം ഒരു മഹാകുംഭമേള നടക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ ഭാരതം. ഇനി നമ്മുടെ ഈ ജന്മകാലത്തൊന്നും നമുക്കിനി അത് കാണുവാൻ പോലും കഴിയില്ല, അല്ലെങ്കിൽ കേൾക്കുവാൻ പോലും കഴിയില്ല. ഒരു പൂർണ്ണ കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേള അത് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട്, അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടി ആ ഒരു ഭക്തി മാർഗം അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം അനുഭവിക്കാനായിട്ട് ഒരുപാട് പേര് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം ആളുകൾ പണ്ട് തൊട്ടേ അങ്ങനെ പോകാറില്ല. പക്ഷെ ഇന്ന് അതിന് വിഭിന്നമായിട്ട് ഒരുപാട് പേര് കേരളത്തിൽ നിന്നും പോകുന്നുണ്ട്. പണ്ട് കേരളത്തിൽ നിന്ന് പോകുന്നവരെ സംഖ്യയാണ്, BJP ആണ്, അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയാണ് എന്നൊക്കെ കളിയാക്കിയിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് മാറി ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു നമ്മുടെ ജയസൂര്യ പോയിട്ട് കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും അറിയപ്പെടുന്ന ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് കുംഭമേളയിൽ ചെന്ന് സ്നാനം ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോരും. ഇന്നും വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കിക്കാണുന്നത് ആ ഒരു രീതിയിലാണ്. ഇത്രയും ആളുകൾ വരുന്നൊരു ഉത്സവം അല്ലെങ്കിൽ ആ ഒരു മഹാമേളയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വരെ നോക്കി പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ തന്നെ കോടീശ്വരന്മാരാണ് ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ വരെ ഇവിടെ വന്നിട്ട് സ്നാനം ചെയ്തു പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിഭിന്നമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുള്ള ഒരുപാട് ദേശങ്ങളിൽ നിന്ന് ഒരുപാട് പേർ വന്ന് ഒന്നിച്ചുകൂടി ഏകദേശം 40 കോടി 50 കോടി ജനങ്ങൾ ഒരേ സ്ഥലത്ത് വന്ന് സ്നാനം ചെയ്ത് ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം അനുഭവിച്ചു മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഭാരതം പൈതൃകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പൈതൃകങ്ങളിൽ അഭിമാനിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൽ അഭിമാനിക്കുന്നവരാണ്. അപ്പം നമ്മുടെ അഭിമാനം നിലനിർത്താനായിട്ട് ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ എല്ലാ മതക്കാരെയും അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അഭിമാനം, അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും. കാരണം കുംഭമേളയിൽ വരുന്നവർ മതം ആരും ചോദിക്കുന്നില്ല. അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. അവിടെ വരുന്ന ആൾക്കാർക്ക് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ സ്നാനം ചെയ്യുന്നത് ഗംഗയിൽ തന്നെയാണ്. അല്ലാതെ രാഷ്ട്രപതിക്ക് വേറെ ഗംഗ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു സ്ഥലത്ത്, അപ്പൊ എല്ലാവരും ഒന്നാണ് എന്നൊരു ഐഡിയോളജി ആണ് കുംഭമേള എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖർഗെ പറയുന്നത് അനുസരിച്ച് 144 വർഷത്തിന് ഒരിക്കലല്ലേ ഇപ്പൊ എല്ലാവരുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സർക്കാർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പട്ടിണി
നിരവധി പട്ടിണി മരണങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അവിടെ ചിലവഴിക്കുന്ന ആ ഒരു പണം എന്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നില്ല എന്നായിരിക്കാം ഖർഗെ ഉദ്ദേശിക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം UP സർക്കാരിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു പൈസ നേടുവാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അതായത് ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം 2 ലക്ഷം കോടിക്ക് മുകളിലാണ് സർക്കാർ അതിന് എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത്, ഒരു GST തുകയായിട്ട് സർക്കാരിന് ലഭിക്കുമെന്ന് കരുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സർക്കാരിന് കിട്ടാൻ പോകുന്ന വരുമാനമാണ്. ആ വരുമാനം കിട്ടുമെങ്കിലും ആ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഈ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംവിധാനങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു നിരവധി ട്രെയിൻ തന്നെ അനുവദിച്ചിട്ടുണ്ട്. പ്രയാഗ്രാജിൽ നിന്നും വാരണാസിയിലേക്ക് നിരവധി ട്രെയിനുകളാണ്. അത് വേറൊരു കാര്യമുണ്ട്. അത് UP സർക്കാരിന് മാത്രമല്ല അതുകൊണ്ട് ഗുണം, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഗുണമുണ്ട്, ഓരോ സ്റ്റേറ്റിനും ഗുണമുണ്ട്. കാരണം ഇത്രയേറെ ജനങ്ങൾ ഇതിനു വേണ്ടി പോകുമ്പോൾ അവരിപ്പോൾ ട്രെയിനിലായിരിക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റിനായിരിക്കും, അങ്ങനെ പോകുമ്പോൾ ഈ ഒരുപാട് ബിസിനസ്സുകൾ നടക്കും. ആ പോകുന്ന വഴിക്കാണെങ്കിലും ഇപ്പം ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു തുക കേന്ദ്ര സർക്കാരിന് ലഭിക്കത്തില്ലേ? അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലാഭകരമാണ്. അപ്പോൾ ഒരുപാട് ആളുകളെ അവിടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സൗകര്യങ്ങൾ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക. കാരണം നമ്മൾ കണ്ടാണ് ഇത്രയും കോടികൾ മനുഷ്യർ വരികയാണെങ്കിലും അവിടെ ഈ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ അത് വലിയൊരു കാര്യം. 16 പേരോളം അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അപകടത്തിന് ശേഷവും കൂടുതലായിട്ട് UP സർക്കാർ അവിടേക്ക് ഫോഴ്സുകളെ കൊണ്ടുവരികയും കൂടുതലായിട്ട് പിന്നീട് വരുന്ന തിരക്ക് ഈ 40 കോടി 50 കോടി അത് ഓരോ ദിവസവും വന്നു പോകുന്ന 1 കോടി 2 കോടി ജനങ്ങളൊക്കെയാണ്. അപ്പൊ ഈ 1 കോടി ജനങ്ങളെ ഒരു സ്ഥലത്ത് നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നുമില്ലാതെ പോകുന്നത്. ഇപ്പം കുംഭമേളയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് വെച്ചാൽ 300 കിലോമീറ്ററാണ് അവിടുത്തെ ട്രാഫിക് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തത്ര ദൂരത്തേക്ക് ട്രാഫിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ജനങ്ങൾ അവരെ എങ്ങനെ പോകുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ള അപ്പുറമാണ്. കാരണം 1 കോടി 2 കോടി ജനങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരെ എങ്ങനെ നടന്നു പോകും? ഒന്ന് ഇരിക്കാനോ കിടക്കാനോ സ്ഥലമില്ലാതെ എന്ത് തന്നെയാണെങ്കിലും അവരതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതാണ് അവർക്ക് ആ കുംഭമേളയിൽ നിന്നും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ആത്മീയപരമായിട്ടുള്ള ആ ഒരു എനർജി. കുംഭമേള എന്ന് പറയുന്നത് ആത്മീയ ദർശനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുംഭമേള ഇത്രയും മനോഹരമായി നടക്കുമ്പോൾ അതൊരു നമ്മുടെ കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ലാഭമായിട്ട് വരുന്നത്. കാരണം അവിടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെ വരുന്നവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദർശനങ്ങൾ നടത്താൻ പറ്റി. അപ്പോൾ ഖർഗെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പായിട്ടും ഇതിനെതിരെ വിമർശനങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ശബരിമലയിലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ ദർശനങ്ങൾക്ക് കുറെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നാണ് ആ വീഴ്ച ഉണ്ടായാൽ കൂടി നമ്മൾ സർക്കാരിനെ കുറ്റം പറയും. അതിനുവേണ്ടി കഴിഞ്ഞ തവണ വളരെ നന്നായിട്ട് ഫോഴ്സ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ എല്ലാവർക്കും ദർശനം കൊടുക്കണമെന്ന്. അപ്പൊ എല്ലാവരും സർക്കാരിനെ നല്ല രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതേപോലെ കുംഭമേള ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് നടക്കുമ്പോൾ അത് ലാഭം ഉണ്ടാവാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. തീർച്ചയായും.